ഹായ് ഡിയേഴ്സ്, ഇംഗ്ലീഷ് ഗ്രാമർ കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രാമർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പഠിച്ചത് വെർബ് എന്താണെന്ന് പഠിച്ചു. വെർബ് എന്താണ്? ക്രിയ അല്ലേ? പ്രവൃത്തിയെ കുറിക്കുന്ന പദങ്ങളെയാണ് വെർബ് അഥവാ ക്രിയ എന്ന് വിളിക്കുന്നത്. വെർബിന് ഉദാഹരണം എന്തൊക്കെയാണ്? റൺ ഓടുക, ജമ്പ് ചാടുക, ഡാൻസ് നൃത്തം ചെയ്യുക, റൈറ്റ് എഴുതുക, സ്വിം നീന്തുക. ഇവയെല്ലാം ക്രിയ അഥവാ വെർബിന് ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചതാണ് ഓക്സിലറി വെർബ് അഥവാ സഹായക ക്രിയകൾ. എത്ര സഹായക ക്രിയകളുണ്ട്? 24 സഹായക ക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡെയർ, നീഡ് ആൻഡ് യൂസ്ഡ് ടു. ഇനി ഇവ അല്ലാതെ നമ്മൾ ഇന്നലെ പഠിച്ച മറ്റൊരു കാര്യമാണ് ഡു, ഡസ്, ഡിഡ് ഓക്സിലറി വെർബ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അല്ലേ? ബാക്കിയുള്ള എല്ലാ ഓക്സിലറി വെർബും ഒരു സെൻറ്റൻസിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമ്പോൾ ഡൂം, ഡസും, ഡിഡും നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അല്ലേ? ഡൂം, ഡസും, ഡിഡും വെർബിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡൂം, ഡസ്, ഡിഡ് ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ എക്സാമ്പിൾ വെച്ച് പഠിച്ചതാണ് അല്ലേ? മെയിൻ വെർബിൻ്റെ കൂടെ ഡു എന്ന ഓക്സിലറി വെർബ് വന്നാൽ മെയിൻ വെർബിന് മാറ്റമൊന്നുമില്ല. മെയിൻ വെർബിൻ്റെ കൂടെ ഡസ് എന്ന ഓക്സിലറി വെർബ് വന്നാൽ വെർബിൻ്റെ അവസാനം എസ് എന്നോ ഇ എസ് എന്നോ ഐ ഇ എസ് എന്നോ വരാം. ഇനി മെയിൻ വെർബിൻ്റെ കൂടെ ഡിഡ് എന്ന ഓക്സിലറി വെർബ് വന്നാൽ വെർബിൻ്റെ V2 ഫോം അഥവാ പാസ്റ്റ് ഫോം നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്, അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്ത് ചോദിക്കണം. ഈ ഓക്സിലറി വെർബ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാമറിൻ്റെ ഒരു ബേസാണ്. നമ്മളിത് കാണാതെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ടെൻസ് അഥവാ കാലം. എന്താണ്? ടെൻസ് അഥവാ കാലങ്ങൾ. നമ്മളെല്ലാവരും ടെൻസസിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ടെൻസ് അഥവാ കാലം? നോക്കിയേ, there are 3 types of tenses. അപ്പോൾ കാലങ്ങൾ 3 വിധത്തിലുണ്ട്. 3 വിധത്തിൽ കാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവികാലം. അപ്പോൾ കാലങ്ങൾ എത്ര ടൈപ്സ് ഉണ്ടടാ? 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലം. പ്രസൻറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് തന്നെ എന്താണ്? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ? അതാണ് പ്രസൻറ്റ് എന്ന വാക്കിൻ്റെ മീനിങ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നടക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചുറ്റി നടക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് അഥവാ വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസ് ഭൂതകാലം. പാസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞു പോയതല്ലേ? അപ്പോൾ കഴിഞ്ഞു പോയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവി എന്നാണ് അർത്ഥം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഉപയോഗിക്കുക? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെൻസ് 3 തരത്തിലുണ്ടെന്ന് മനസ്സിലായി. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. വർത്തമാനകാലം അഥവാ പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം കഴിഞ്ഞ കാലത്തിലെ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവികാലം ഇനി വരാൻ പോകുന്ന കാലത്തെ പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ 3 മനസ്സിലായോ? ടെൻസ് എന്താണ്? ടെൻസിൻ്റെ 3 ടൈപ്സ് എന്താണെന്ന് മനസ്സിലായോ?
ഓക്കെ, ഇതിൻ്റെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് PSC SSC പോലുള്ള പരീക്ഷകൾക്ക് ടെൻസിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. 1-2 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വെർബ് ഫോമൊക്കെ എഴുതാൻ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതണമെങ്കിൽ ഈ ടെൻസ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, ടെൻസ് അറിഞ്ഞാലേ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ എല്ലാം സെറ്റല്ലേ? ഇനി നോക്കിയേ, നമ്മൾ ആദ്യത്തെ ടെൻസ് പഠിക്കാൻ പോവുകയാണ്, പ്രസൻറ്റ് ടെൻസ്. നമുക്ക് വളരെ കുറച്ചായിട്ട് പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. എവിടുന്ന് ചോദ്യം ചോദിച്ചാലും അല്ലെങ്കിൽ എങ്ങനെ ചോദ്യം ചോദിച്ചാലും അത് നമുക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റണം. നമുക്ക് ഓരോ ടെൻസ് വീതം പഠിച്ചാൽ മതി. ആ ഒരു ടെൻസിന് തന്നെ ഒരു ഫോം പഠിച്ചാൽ മതി ഒരു ദിവസം. ആ പഠിക്കുന്ന സാധനം ക്ലീനായിട്ടും ക്ലിയറായിട്ടും പഠിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലമാണെന്നറിയാം. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഇനി ഈ പ്രസൻറ്റ് ടെൻസിൻ്റെ തന്നെ 4 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതൊക്കെയാണ് പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഫോംസ് അല്ലെങ്കിൽ 4 ടൈപ്സ്? കൂടെ പറഞ്ഞേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൻ്റെ ഓരോ ഫോമും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൽ ഫസ്റ്റാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? അപ്പോൾ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത്സ്. അതായത് പതിവായി ചെയ്യുന്ന പ്രവൃത്തിയെയും പ്രപഞ്ച സത്യങ്ങളെയും സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെയും പ്രപഞ്ച സത്യങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹാബിച്വൽ ആക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? പതിവായി ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനെയാണ് ഹാബിച്വൽ ആക്ഷൻസ് എന്ന് വിളിക്കുന്നത്. യൂണിവേഴ്സൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യങ്ങൾ. കുറച്ച് ഹാബിച്വൽ ആക്ഷൻസ് പറഞ്ഞേ. എന്നും സ്കൂളിൽ പോകുന്നത് ഒരു പതിവായി ചെയ്യുന്നൊരു കാര്യമല്ലേ? സ്കൂളിൽ പോകുന്നത് ഒരു ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. പിന്നെ പഠിക്കുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ? എഴുതുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും പ്രപഞ്ച സത്യങ്ങളെ സൂചിപ്പിക്കാനും. പ്രപഞ്ച സത്യം എന്താ? പ്രപഞ്ച സത്യം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. സൂര്യൻ കിഴക്കുദിക്കുന്നു. അതൊരു പ്രപഞ്ച സത്യമല്ലേ? ഇല്ലേ? മഴയായാലും മഞ്ഞായാലും വെയിലായാലും ഇനി എന്തു തന്നെ ആയാലും സൂര്യൻ എവിടെ ഉദിക്കുകയുള്ളൂ? കിഴക്കേ ഉദിക്കുകയുള്ളൂ, പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും. അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതുപോലെയുള്ള യൂണിവേഴ്സൽ ട്രൂത്തിനെ, അതായത് പ്രപഞ്ച സത്യങ്ങളെയും പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെയും സൂചിപ്പിക്കാനാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഹി ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നു. മനസ്സിലായോ? അവൻ സ്കൂളിൽ പോകുന്നു. ദെൻ സൂര്യൻ കിഴക്കുദിക്കുന്നു. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ്? ടെൻസസ് അഥവാ കാലങ്ങൾ. കാലങ്ങൾ 3 തരത്തിലുണ്ട്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലം. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. പിന്നെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം, അതായത് കഴിഞ്ഞു പോയ കാലത്തിൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവി കാലം. ഇനി വരാൻ പോകുന്ന കാലത്തെ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവി കാലം ഉപയോഗിക്കുന്നത്. ഈ പ്രസൻറ്റ് ടെൻസിന് തന്നെ 4 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെയും പ്രപഞ്ച സത്യങ്ങളെയും സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസ് ഫോമാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിന് എക്സാമ്പിൾ നമ്മൾ രണ്ടെണ്ണം നോക്കി. ഹീ ഗോസ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതുവരെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ട് ചോദിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി പഠിക്കാം. ഇവിടെ നോക്കിയേ, ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് ഒരു സ്ട്രക്ചറുണ്ട്. നമുക്ക് തോന്നുന്നത് പോലെ ഒരു സെൻറ്റൻസിന് എഴുതാൻ പറ്റില്ല. സെൻറ്റൻസിന് തന്നെ ഒരു സ്ട്രക്ചറുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിന് സബ്ജക്റ്റ് വേണം, ഓക്സിലറി വെർബ് വേണം, ഒരു മെയിൻ വെർബ് വേണം, ഒരു ഒബ്ജക്റ്റ് വേണം. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസിന് തന്നെ ഒരു സ്ട്രക്ചറുണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നിങ്ങളിതിപ്പോൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കും. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അടുത്ത സ്ലൈഡ് നമ്മൾ പഠിക്കും. ഓക്കെ, നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ, സെൻറ്റൻസ് എങ്ങനെയായിരിക്കും ഇരിക്കുക? അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാകും, അതിൻ്റെ ഓക്സിലറി വെർബ് ഡു ഓർ ഡസ് ഫോമിലായിരിക്കും, പിന്നെ അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പം മെയിൻ വെർബും ഓക്സിലറി വെർബും കൂടെ ചേർന്ന് ഒന്നായിട്ടായിരിക്കും ഇരിക്കുക, പിന്നെ ഒരു ഒബ്ജക്റ്റും ഉണ്ടാവും. അതോർത്ത് വയ്ക്കുക. ഇനി ഡൂവും ഡസും ഓക്സിലറി വെർബാണെന്ന് അറിയാമല്ലോ. ഡൂവും ഡസ് എന്താണ്? ഓക്സിലറി വെർബാണെന്ന് അറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി ഐയും യുവും ദേയും വിയും സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഡു എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹീയും ഷീയും ഇറ്റും നെയിംസും. നെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയൊക്കെ പേരാകാം. അപ്പോൾ പേരായ ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ഇപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഐയും യുവും ദേയും വിയും സബ്ജക്റ്റായി വരുമ്പോൾ ഡു എന്ന ഓക്സിലറി വെർബും ഹീയും ഷീയും ഇറ്റും നെയിംസ് സബ്ജക്റ്റായി വരുമ്പോൾ ഡസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പം ഒരു പകുതി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്കിനി എക്സാമ്പിൾ എഴുതി പഠിക്കാം. അപ്പോഴേ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടും മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കിയേ. ഒരു സബ്ജക്റ്റ് വേണം, സബ്ജക്റ്റ് പ്ലസ് ഡു അല്ലെങ്കിൽ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഐയും യുവും ദേയും വിയും ഇത്രയും സബ്ജക്റ്റായി വരുമ്പോൾ ഡു എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കും. ഹീയും ഷീയും ഇറ്റ് നെയിംസ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ഓക്സിലറി വെർബ് ഉപയോഗിക്കും? ഡസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കും. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇനി നോക്കിക്കേടാ, നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. രാധ ഗോസ് ടു സ്കൂൾ. ഇതിൻ്റെ മീനിങ് എന്താണ്? രാധ സ്കൂളിലേക്ക് പോകുന്നു. ഇതിൻ്റെ മീനിങ് എന്താണ്? രാധ സ്കൂളിലേക്ക് പോകുന്നു. നിങ്ങൾ ഈ സെൻറ്റൻസ് നോക്കിയേ. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ രാധ എന്ന് പറയുന്നത് ആരാണ്? സബ്ജക്റ്റാണ്. രാധ ആരാണ്? സബ്ജക്റ്റാണ്. പിന്നെ ഗോസ് എന്ന് പറഞ്ഞൊരു വേർഡ് കിടപ്പുണ്ട്. ഇത് ഇന്നലെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഗോ എന്ന വെർബിൻ്റെ കൂടെ ഡസ് എന്ന ഓക്സിലറി വെർബ് ചേർന്ന് ഗോസ് ആയിട്ട് ഒരൊറ്റ വെർബായിട്ട് കിടക്കുകയാണ്. രാധ ഗോസ് ടു സ്കൂൾ. ഈ ടു സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ
ഈ സെൻറ്റൻസ് നോക്കിയേ, ഇതിൽ രാധ എന്ന് പറയുന്ന എന്താണ്? രാധ എന്ന് പറയുന്നത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? രാധയാണ്. ഈ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? രാധയെക്കുറിച്ചാണ് പറയുന്നത്. രാധ സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആരാണ്? രാധ. ഓക്കെ, സെൻറ്റൻസിലെ സബ്ജക്റ്റ് രാധയാണ്. ഇനി ഗോസ് ആണ് ഇവിടുത്തെ വെർബ്. ഓക്കെ, അപ്പോൾ ഗോസ് എന്ന വെർബ് എങ്ങനെയാണ് വന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞു, വെർബിൻ്റെ അവസാനം എസ്ഒ ഇ എസ്ഒ ഐ ഇ എസ്ഒ വന്നാൽ അവിടുത്തെ ഓക്സിലറി വെർബ് ആരാണെന്ന് പറഞ്ഞു? ഡസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാടാ? ഗോ എന്ന വെർബും ഡസ് എന്ന ഓക്സിലറി വെർബും ചേർന്നാണ് ആരായിട്ട് മാറിയത്? ഗോസ് ആയിട്ട് മാറിയത്. അപ്പോൾ രാധ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. ഗോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ്. ഗോയും ഡസും കൂടെ ചേർന്നുണ്ടായ വെർബാണ് എന്ത്? ഗോസ് എന്ന് മനസ്സിലായി. ഇനി ടു സ്കൂൾ എന്ന് പറഞ്ഞ എന്താണ്? ടു സ്കൂൾ ബാക്കിയുള്ള പാർട്ട് എന്താണെന്ന് മനസ്സിലായി? ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. ഒബ്ജക്റ്റ് ക്ലിയർ ആയോ? അപ്പം രാധ ഇവിടെ സബ്ജക്റ്റ് ആണ്. ഗോസ് എന്ന് പറയുന്ന ഇവിടുത്തെ വെർബാണ്. ഗോ എന്ന മെയിൻ വെർബും ഡസ് എന്ന ഓക്സിലറി വെർബും കൂടെ ചേർന്നുണ്ടായ വെർബാണ് ഗോസ്. ടു സ്കൂൾ എന്ന് പറഞ്ഞ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഇനി നിങ്ങൾ ഇത് വെച്ചൊന്ന് നോക്കിയടാ, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോർമാറ്റ് നോക്കിയേ. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ്. അതായത് ഡു ഒന്നെങ്കിൽ ഡു പ്ലസ് വെർബ് ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് പ്ലസ് മെയിൻ വെർബ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് ഫോമാണ്? ഡസ് ഫോം ഓഫ് ദ വെർബ് അല്ലേ? ഡസ് പ്ലസ് മെയിൻ വെർബ് അല്ലേ വന്നത്? ഇനി ഒബ്ജക്റ്റ് ആരാണ്? ടു സ്കൂൾ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലൊരു സെൻറ്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ സെൻറ്റൻസ് എഴുതാൻ മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാര്യം, ഡു ഫോം ആണോ ഡസ് ഫോം ആണോ എഴുതേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാവും? ഇല്ലേ? അപ്പം ഡു ഫോം ആണോ ഡസ് ഫോം ആണോ വെർബിന് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? വെർബിൻ്റെ കൂടെ ഓക്സിലറി വെർബ് ഡു വരണോ ഡസ് വരണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? തന്നിരിക്കുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അയ്യോ യുവോ ദേയോ വിയോ സബ്ജക്റ്റായി വന്നാൽ വെർബിൻ്റെ കൂടെ ഡു എന്ന ഓക്സിലറി വെർബും ഹിയോ ഷിയോ ഇറ്റോ നെയിംസോ സബ്ജക്റ്റായി വന്നാൽ വെർബിൻ്റെ കൂടെ ഡസ് എന്ന ഓക്സിലറി വെർബും ഉപയോഗിക്കണം. ഇവിടെ രാധ എന്ന് പറയുന്നത് ഒരു പേരല്ലേ, അതുകൊണ്ടാണ് ഗോ എന്ന വെർബിൻ്റെ കൂടെ ഡസ് എന്ന ഓക്സിലറി വെർബ് വന്നത്. ക്ലിയർ ആയോ? അപ്പം രാധ എന്ന് പറയുന്നത് പേരായ ശബ്ദമായതുകൊണ്ട്, ഒരു പേരായതുകൊണ്ടാണ് ഗോ എന്ന മെയിൻ വെർബിൻ്റെ കൂടെ ഡസ് എന്ന ഓക്സിലറി വെർബ് എന്ത് ചെയ്തത്? വന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു സബ്ജക്റ്റ് എഴുതാൻ നമ്മൾ പഠിച്ചു. ആ സബ്ജക്റ്റിലെ ഒരു സെൻറ്റൻസ് എഴുതാൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണമെന്നും പഠിച്ചു. എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇനി സബ്ജക്റ്റിൻ്റെ കൂടെ ഡു ഫോം ആണോ ഡസ് ഫോം ആണോ എന്ന് തീരുമാനിക്കുന്നത് സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വെർബ് ഡു ഫോം വരണോ അല്ലെങ്കിൽ വെർബിൻ്റെ കൂടെ ഡസ് ഫോം വരണോ. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ പറയാണ്, അവൾ ഇംഗ്ലീഷ് വായിക്കുന്നു, ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. എങ്ങനെ എഴുതാം? അവൾ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. എനിക്ക് എഴുതേണ്ടത് അവൾ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. അവൾ എന്നതിൻ്റെ
മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? അവൾ എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഷീ, അവൾ. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ ആരാണ്? ഷീ ആണ്. അവൾ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. അടുത്ത് എഴുതേണ്ടത് വെർബല്ലേ. നമ്മുടെ ഈ സ്ട്രക്ചർ പ്രകാരം സബ്ജക്റ്റ് കഴിഞ്ഞ് അടുത്ത് വരേണ്ടത് ഒന്നെങ്കിൽ ഡു ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. അപ്പോൾ വായിക്കുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? റീഡ് അല്ലേ? റീഡാണ് വായിക്കുക അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. ഇവിടെ ഷീ എന്നത് വെർബ്, ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ അല്ലേടാ. അപ്പം ഷീ വന്നാൽ ഡു ഫോം ഉപയോഗിക്കണോ ഡസ് ഫോം ഉപയോഗിക്കണോ? ഡസ് ഫോം ഉപയോഗിക്കണം. അപ്പം റീഡ് എന്ന മെയിൻ വെർബിൻ്റെ കൂടെ ഡസ് എന്ന ഓക്സിലറി വെർബ് കൂടി ചേർന്ന് എന്തായിട്ട് മാറും? റീഡ്സ് എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? റീഡ്സ് ആയിട്ട് മാറും. അപ്പം ഷീ റീഡ്സ് ഇംഗ്ലീഷ് ബുക്ക്. അവൾ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. ഷീ റീഡ്സ് ഇംഗ്ലീഷ് ബുക്ക്. ഇനി അവൻ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു എന്ന് എങ്ങനെ എഴുതും? ഹീ വന്നാലും ഡസ് ഫോം ഓഫ് ദ വെർബിൽ ഉപയോഗിക്കുള്ളൂ. അപ്പം എങ്ങനെ എഴുതും? ഹീ റീഡ്സ് ഇംഗ്ലീഷ് ബുക്ക്. അവൻ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ. ഞാൻ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. ഞാൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഞാൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഐ. ഇനി റീഡ് എന്നതാണ് നമ്മുടെ മെയിൻ വെർബ്. ഐയുടെ കൂടെ ഡു ഫോം ഉപയോഗിക്കുമോ ഡസ് ഫോം ഉപയോഗിക്കുമോ? ഡു ഫോം ഓഫ് ദ വെർബേ ഉപയോഗിക്കുള്ളൂ. അപ്പം റീഡ് പ്ലസ് ഡു എന്തായിട്ട് മാറും? റീഡായിട്ട് തന്നെ മാറും അല്ലേ? വെർബിന് മാറ്റം ഉണ്ടോ ഡു വന്നാൽ? ഇല്ല. അപ്പം ഐ റീഡ് ഇംഗ്ലീഷ് ബുക്ക്. ഐ റീഡ് ഇംഗ്ലീഷ് ബുക്ക്. ഞാൻ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. അവർ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു എങ്ങനെ എഴുതും? ദേ റീഡ് ഇംഗ്ലീഷ് ബുക്ക്. അവർ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. അവർ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. മനസ്സിലായോ? ഇനി നീ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു എന്ന് എങ്ങനെ എഴുതും? യു റീഡ് ഇംഗ്ലീഷ് ബുക്ക്. യു റീഡ് ഇംഗ്ലീഷ് ബുക്ക്. നീ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. ഇംഗ്ലീഷ് ബുക്ക്. നീ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ടെൻസിൻ്റെ സ്ട്രക്ചർ നോക്കി, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി, സബ്ജക്ട്സ് വരുമ്പോൾ എങ്ങനെയാണ് വെർബ് ഫോം മാറുന്നത് എന്ന് നോക്കി. ഓക്കെ. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി നമുക്ക് ഒരു വെർബ് ഫോം വച്ചിട്ട് നമുക്ക് എല്ലാ സബ്ജക്ട്സ് വരുന്ന രീതിയിലും അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കാം. ഞാനൊരു എക്സാമ്പിൾ എഴുതും, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ എഴുതി നോക്കണം. ഓക്കെ. എക്സാമ്പിൾ. ഓക്കെ. ഐ ഗോ ടു സ്കൂൾ. ഞാൻ എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് പോകുന്നു. ഐ ഗോ ടു സ്കൂൾ. ദെൻ യു വന്നാൽ എന്ത് ചെയ്യും? യു വന്നാലും ഡു ഫോം ഓഫ് ദ വെർബൽ യൂസ് ചെയ്യുന്നേ. ഗോ പ്ലസ് ഡു എന്ത് തന്നെയാണ്? ഗോ തന്നെയാണ്. അപ്പം യു ഗോ ടു സ്കൂൾ. അടുത്ത് ദേ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ദേ ഗോ ടു സ്കൂൾ. ദേ ഗോ ടു സ്കൂൾ. അടുത്തത് വി ഗോ ടു സ്കൂൾ. നമ്മൾ എവിടേക്ക് പോകുന്നു? സ്കൂളിലേക്ക് പോകുന്നു. വി ഗോ ടു സ്കൂൾ. അപ്പം ഐ യു ദേവി ആയില്ലേ? അപ്പോൾ ഐയും യുവും ദേയും വിയും വന്നപ്പോൾ വെർബിൻ്റെ കൂടെ ഏത് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം? സബ്ജക്റ്റിൻ്റെ കൂടെ ഡു ഫോം. ഗോ നമ്മൾ എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഇനി അടുത്ത് ഹീ വന്നാലോ? ഹീ വരുമ്പം ഡസ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം. ഗോ പ്ലസ് ഡസ് എന്തായിട്ട് മാറും? ഗോസ് ആയിട്ട് മാറും. ഹീ ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോകുന്നു. അടുത്തത് ഷീ ഗോസ് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോകുന്നു. ഷീ ഗോസ് ടു സ്കൂൾ. അടുത്തെന്ത് വരും? രാധ ഗോസ് ടു സ്കൂൾ. രാധ ഗോസ് ടു സ്കൂൾ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പം നമ്മൾ ഒരു
വെർബ് വെച്ചിട്ട് നമ്മൾ എല്ലാ സബ്ജക്ട്സിനും കൊടുത്തു നോക്കി. ഐയും യുവും ദേയും വിയും വരുമ്പോൾ ഡു ഫോം ഓഫ് ദ വെർബാണ്. ഹീ ഷീ ഇറ്റ് നെയിംസ് വരുമ്പോൾ ഡസ് ഫോം ഓഫ് ദ വെർബാണ്. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് തരട്ടെ. ഹോംവർക്ക് ഞാൻ ഒരു സെൻറ്റൻസ് എഴുതും, അതിൻ്റെ ബാക്കി സബ്ജക്ട്സ് നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം. ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കുന്നു. ഇനി യു, ദേ, വി, ഹി, ഷീ, ഏതെങ്കിലും ഒരു നെയിം, ഇത്രയും വെച്ചിട്ട് ഇതെന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും PSC എങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തൊരു ടെൻസ് ഫോമും പഠിക്കാം. അപ്പോൾ ഇത് നല്ല പക്കയായിട്ട് പഠിച്ചിട്ട് വരണം. അപ്പം അടുത്ത ക്ലാസ്സിന് കാണാം. ബൈ.